ഡയറി ഒക്കെ ഉണ്ടാക്കിയപ്പോൾ ആദ്യം മൈൻഡിലേക്ക് വന്നത് സെൻറ്റാങ്കിൾ ആർട്ടാണ്. ഇപ്പം അതാണല്ലോ ട്രെൻഡിങ്. നോർമലി ഞാൻ എന്തെങ്കിലും വരയ്ക്കുമ്പോൾ പെൻസിൽ കൊണ്ട് ഒരു ഔട്ട്ലൈൻ കൊടുക്കാറ് പതിവാണ്. കാരണം തെറ്റോന്ന് ഭയങ്കര പേടിയാണ്. പക്ഷേ ഇത് ചെയ്യാനായിട്ട് അതൊന്നും ആകെ ചെയ്യേണ്ടത് കുറച്ച് സ്ക്വയേഴ്സ് വരയ്ക്കുക. ഇനി ആ സ്ക്വയേഴ്സിലൊക്കെ 2 കേർവ്സ് വരയ്ക്കുക. ആ കേർവ്സ് വരയ്ക്കുമ്പോൾ ഓൾട്ടർനേറ്റീവ് സ്ക്വയേഴ്സിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. ഇനി ആ കേർവ്സിൻ്റെ അകത്ത് ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുക. ബാക്കി വരുന്ന 2 സ്പേസിൽ കുറച്ച് സ്ട്രെയിറ്റ് ലൈൻസും വരച്ചു കൊടുക്കുക. അല്ലേലും ഈ ആർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടഫ് ആവിടോ, പക്ഷെ ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ്. ഇതിനു മുമ്പ്, അതായത് ഒരു 2-3 വർഷം മുമ്പ് ഞാൻ ഇതുപോലെ ഏതോ ഒരു ആർട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായി. അന്ന് ഇതിൻ്റെ പേരൊന്നും അറിഞ്ഞോടന്നില്ല. അന്ന് സ്ട്രെസ്സ് പോണതിന് പകരം എനിക്ക് ഓവർ സ്ട്രെസ് ആവാ ചെയ്തത്. കാരണം ഇത് വരച്ചിട്ട് തീരണില്ലേ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഇത് ചെയ്യുമ്പോഴും എനിക്ക് ചെറിയൊരു പേടിയുണ്ടായി. പക്ഷെ ഇത് ചെയ്യാനായിട്ട് കൂടിപ്പോയ ഒരു 20 മിനിറ്റ്. പിന്നെ ഇത് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇതിൽ ഇംപെർഫെക്ഷൻ എന്ന് പറയുന്ന സാധനമേ ഇല്ലടോ. ഈവൻ ഞാൻ ആദ്യം വരച്ച സ്ക്വയേഴ്സിൻ്റെ അകത്തുള്ള 2 കേഴ്സും പലതിലും പല സൈസ് ആയിരുന്നു. പല കേഴ്സ് ഫിൽ ചെയ്തെടുക്കുമ്പോഴും ഞാൻ ഓവർ ഡ്രോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കൈ വരയ്ക്കണോണ്ട് ഈ ലൈൻസ് ഒന്നും സ്ട്രെയിറ്റും അല്ല. പക്ഷെ നമ്മുടെ ഫൈനൽ ലുക്കിൽ ഈ ഇംപെർഫെക്ഷൻ ഒന്നുമല്ല. കണ്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്ന് കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.